ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യപ്പെരുമഴയുമായി കുംഭമാസം എത്തിക്കഴിഞ്ഞു. ഞാനീ പറയുന്ന 5 രാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകർ സാമ്പത്തികമായി കുതിച്ചുയരുന്ന മാസമാണ്. ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം അറുതിയെത്തുന്ന മാസമാണ് പിറവിയെടുക്കുവാൻ പോകുന്നത്. ഇനി കുംഭമാസ രാശി ഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സൂര്യൻ 11ാം ഭാവത്തിലായതിനാൽ പുതിയ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൽസന്താന ലബ്ധി, അഭിമാനം, ധനലാഭം എന്നിവ ലഭിക്കുവാനുള്ള ഭാഗ്യകാലമാണ്. അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ശമനം പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ താൽപ്പര്യക്കുറവോ ഉത്സാഹം ഇല്ലായ്മയോ അനുഭവപ്പെടാം. മാസത്തിൻ്റെ ആരംഭത്തിൽ മനക്ലേശവും ഭാഗ്യദോഷവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നാൽ നാളുകൾ ചെല്ലുമ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന കാലമാണ്. പങ്കാളിയെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് മികച്ച ഒരു സമയമാണ്. ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം വളരെയധികം ഗുണകരമാകും. ചിലർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും കുംഭമാസത്തിൽ സാധിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സൂര്യൻ 10ാം ഭാവത്തിലായതിനാൽ പുതിയ ജോലി ലഭിക്കും. സ്ഥാനലബ്ധി, അഭിമാനം, ധനലാഭം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകും. പിന്നീട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും. ചിലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാ രീതിയിലും സമയം അനുകൂലമാണ്. ഭൂമിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വരുമാന നേട്ടം ഉണ്ടാകണമെന്നില്ല. പ്രവർത്തനങ്ങൾക്കനുസൃതമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചാൽ മാത്രം മതി. പൊതുവെ നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനം ഉള്ള കാലമാണ് ഈ കുംഭമാസം. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സൂര്യൻ 9ാം ഭാവത്തിൽ ആയതിനാൽ ആപത്തുകൾക്കെതിരെ വളരെയധികം ജാഗ്രത വേണം. ദീനത, പ്രിയപ്പെട്ട ആളുകളുമായുള്ള വിരഹം, ഉന്മേഷക്കുറവ് എന്നീ ഫലങ്ങൾ വരുവാൻ സാധ്യതയുള്ള കാലമാണ് ഈ കുംഭമാസം. അതുപോലെ തന്നെ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. പങ്കുകച്ചവടം ലാഭകരമാകും. പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അസുഖങ്ങൾ പിടിപെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്ക് അന്യ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം. പുതിയ വാഹനം സ്വന്തമാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് തന്നെ നേടുവാനുള്ള യോഗമുണ്ട്. ആരോഗ്യകാര്യത്തിൽ യാതൊരു രീതിയിലും ഭയപ്പെടേണ്ട മാസമല്ല. വിദേശത്ത് നിന്നും നല്ല സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സൂര്യൻ 8ാം ഭാവത്തിലായതിനാൽ കലഹം, രാജനീതി, ദുഃഖം എന്നിവയാണ് കുംഭമാസ ഫലം. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളും പങ്കാളിയുമൊക്കെയായി ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായ ഞെരുക്കം വളരെയധികം ഉണ്ടാകും. ഉന്നത വ്യക്തികളിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വരാം. ജലദോഷം, പനി മുതലായ അസുഖങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള കാലമാണ്. അതുപോലെ തന്നെ എതിരാളികളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. ഭാഗ്യദോഷം കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുവാൻ ഇടയുള്ള മാസം കൂടിയാണ്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. സൂര്യൻ 7ാം ഭാവത്തിലായതിനാൽ കൂടുതൽ അധ്വാനം നിങ്ങൾക്ക് കുംഭമാസത്തിൽ വേണ്ടിവരും.
വയറുവേദനയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഗാരിഷ്ടങ്ങൾക്കെതിരെ വളരെയധികം കരുതൽ പുലർത്തേണ്ട മാസമാണ് ഈ കുംഭമാസം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാസം എല്ലാ രീതിയിലും കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ട സ്ഥിതി ഉണ്ടാകും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം വന്നു ചേരും. കോടതി കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. ചിലർക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ട്. കർഷകർക്ക് വളരെയധികം മികച്ച ഒരു മാസമായി അനുഭവപ്പെടുന്ന കാലമാണ്. സർക്കാർ തീരുമാനങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബജീവിതം വളരെയധികം ഊഷ്മളമാകും. അതുപോലെ തന്നെ സാമ്പത്തികമായ നില വളരെയധികം ഭദ്രമായി തുടരുന്ന മാസമാണ്. എതിരാളികളെ എല്ലാ രീതിയിലും കരുതിയിരിക്കുന്നത് ഗുണകരമാകും. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സൂര്യൻ 6-ാം ഭാവത്തിലായതിനാൽ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. ശത്രുക്കൾക്കെല്ലാം തന്നെ നാശം വരുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം അറുതി വരുന്നതാണ്. യാത്രകൾ കൊണ്ട് ചെറിയ നേട്ടങ്ങളുണ്ടാകും. പൊതുവെ മനസ്സമാധാനം കുറവായി അനുഭവപ്പെടുന്നതാണ്. അപവാദങ്ങളും മറ്റും കേൾക്കുവാൻ ഇടയുള്ള കാലമാണിത്. തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലർക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകുന്നതാണ്. അതുപോലെ അസുഖങ്ങൾ മാറി മാറി ശല്യം ചെയ്യാം. പ്രാർത്ഥനകളും മറ്റും മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കാലം യാതൊരു രീതിയിലും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സമയമാണ്. വളരെയധികം എതിർപ്പുകളും ഈ മാസം പ്രതീക്ഷിക്കാം. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മനസ്സിന് ചെറിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാകും. രോഗങ്ങൾക്കെതിരെ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. പൊതുവെ നിങ്ങൾക്ക് ഭാഗ്യപുഷ്ടിയുള്ള സമയമായതിനാൽ എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടുവാനുള്ള യോഗമുണ്ട്. ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ പണമുണ്ടാക്കുവാൻ ഈ മാസം കഴിയും. ബന്ധുജനങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം. മക്കൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വളരെയധികം മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ പ്രീതി വന്നു ചേരും. സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഇടയുള്ള കാലം കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കുംഭമാസത്തിൽ പെട്ടെന്നുള്ള യാത്രകൾ ആവശ്യമായി വരുന്നതിനാൽ എല്ലാ രീതിയിലും ജാഗ്രത പുലർത്തേണ്ടതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സൂര്യൻ 4-ാം ഭാവത്തിലായതിനാൽ രോഗബാധകൾക്കെതിരെ വളരെയധികം കരുതൽ വേണം. അതുപോലെ തന്നെ ദാമ്പത്യ കാര്യങ്ങളിൽ രോഗാരിഷ്ടം മൂലവും മറ്റും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. ഈ മാസം ചുമതലകളും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈശ്വരാനുകൂല്യം കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും മറ്റും മുടങ്ങാതെ നടത്തുക. വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കുവാനുള്ള യോഗമുണ്ട്. ഉല്ലാസയാത്രയിൽ പങ്കുചേരുവാൻ സാധിക്കുന്നതാണ്. വീട് നിർമ്മാണം ആരംഭിക്കുവാൻ വളരെയധികം അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. കലാകാരന്മാർക്ക് നിങ്ങളുടെ മേഖലയിൽ കൂടുതൽ അവസരങ്ങളും കുംഭമാസത്തിൽ വന്നു ചേരും. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സൂര്യൻ 3-ാം ഭാവത്തിലായതിനാൽ വീട് വാങ്ങുവാനോ പണിയുവാനോ സാധിക്കുന്നതാണ്. ജോലിയിൽ ഉയർന്ന സ്ഥാനം വഹിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ധനലാഭം, സന്തോഷം എന്നിവ കുംഭമാസത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ശത്രുനാശവും പ്രതീക്ഷിക്കാം. പൊതുവെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടന്നു കിട്ടുന്ന സമയമാണിത്. അടുത്ത ഒരു സുഹൃത്തിനെ കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ നില നിങ്ങളുടെ വളരെയധികം ഭദ്രമാണ്.
ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ടി വരാം. വിദേശത്തു നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നല്ല വാർത്തയെത്തും. എല്ലാ രീതിയിലും ഭാഗ്യം അനുകൂലമായ കാലമാണ്. തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാം. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സൂര്യൻ രണ്ടാം ഭാവത്തിലായതിനാൽ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുവാനും ഇടയുള്ള മാസമാണ്. നിങ്ങൾക്കെല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉത്സാഹം തോന്നും. കായിക രംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നതാണ്. പുതിയ ചുമതലകൾ ഈ മാസം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരാം. പങ്കാളിയുടെ സഹായം കൊണ്ട് തന്നെ പല കാര്യങ്ങളും കുംഭമാസത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. എതിരാളികളെ വശത്താക്കുവാൻ സാധിക്കും. പലതിനും ആദ്യം വിഘ്നം ഉണ്ടാകുമെങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. സൈനികർക്ക് മികച്ച ഒരു കാലമാണ് കുംഭമാസം. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സൂര്യൻ ജന്മരാശിയിൽ ആയതിനാൽ ചെറിയ മനപ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതായി തോന്നുന്നതാണ്. ചെലവുകൾ വർദ്ധിക്കും. മുൻകോപം, രോഗഭീതി എന്നിവയുണ്ടാകുന്ന മാസമാണ്. സാമ്പത്തികമായി വളരെയധികം മികച്ച സമയമാണ്. വീടിനോട് ചേർന്ന് ഭൂമി വാങ്ങുവാൻ സാധിക്കും. സ്ത്രീകൾക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ട്. കർഷകർക്ക് വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും. നിയമപ്രശ്നങ്ങൾ രമ്യമായി തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. നീണ്ട യാത്രകൾക്കുള്ള യോഗമുണ്ട്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ഈ മാസം സാധിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. ഊരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സൂര്യൻ 12ാം ഭാവത്തിൽ ആയതിനാൽ ചെറിയ തോതിൽ കഷ്ടപ്പാടുകളെല്ലാം തന്നെ നേരിടേണ്ടി വരും. ധനനഷ്ടം, ബന്ധുക്കൾ ചിലരുമായി വിരോധം ഉണ്ടാകുക എന്നിവ സാധ്യതകളാണ്. പനിക്കെതിരെ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ്. വരവിലും അധികമായി ചെലവുകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. ചിലർക്ക് പുതിയ വാഹനത്തിനും യോഗമുണ്ട്. പൊതുവെ വളരെയധികം അലസത തോന്നുവാൻ ഇടയുള്ള മാസമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മുതിർന്ന വ്യക്തികളെ വാദസംബന്ധമായ അസുഖങ്ങൾ ശല്യം ചെയ്യുവാൻ ഇടയുണ്ട്. ഭൂമി ഇടപാടുകൾ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. തീർത്ഥയാത്രകൾ നടത്തുവാൻ സാധിക്കും. കുടുംബജീവിതം വളരെയധികം സമാധാനം നിറഞ്ഞതായി തുടരുന്ന മാസമാണ് കുംഭമാസം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.